ഹലോ ഓൾ. വെൽക്കം ടു ദ ചാനൽ. ഇത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് എന്താണ് ഈ വീഡിയോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെ ആയിരിക്കും ഈ വീഡിയോസ് ബെനിഫിഷ്യലായിട്ട് വരിക, അങ്ങനത്തെ ഒരു ജനറൽ അവയർനെസ് പോലെ, മീൻസ് ഒരു ജനറൽ ഓവർവ്യൂ പോലെ ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. ഇത് മേ ബി ഒരു 5-6 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇതിനകത്തോട്ട് വരാൻ പോകുന്ന എല്ലാ വീഡിയോസും ടാർഗറ്റ് ചെയ്യുന്നത് ആസ് ദ നെയിം സജസ്റ്റ് ഫ്ലട്ടർ ഫോർ ന്യൂബ്സ്, വിച്ച് മീൻസ് ഫ്ലട്ടറിൻ്റെ ബേസിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷനൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലട്ടർ ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവർക്കായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഈ ചാനൽ വരുന്ന വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എക്സ്പെർട്ടാണെന്ന് വിചാരിക്കുക, മേ ബി ഒരു 3-4 ഇയേഴ്സ് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ റിലവൻസ് ഉള്ളതായിട്ട് തോന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരു മോർ ദാൻ 4 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മേ ബി ഇത് വെർത്തായിരിക്കില്ല. പക്ഷേ ദേ ഓൾസോ ക്യാൻ വാച്ച്, ലൈക്ക് ഗിവ് ഇറ്റ് എ ട്രൈ എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അവർക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് ബെനിഫിഷ്യൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ പറയുന്നില്ല അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല. അതുപോലെ ഫ്ലട്ടർ എന്താണെന്ന് അറിയാത്തവർ, ഇപ്പോൾ ഫ്ലട്ടറിനകത്ത് ബേസിക് സിൻടാക്സ് അറിയില്ല, കോഡ് അറിയില്ല, അങ്ങനത്തെ സ്റ്റുഡൻസിനും ഇത് ബെനിഫിഷ്യൽ ആയിരിക്കില്ല. കാരണം നമ്മൾ അത്രയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നില്ല. നമ്മൾ നേരിട്ട് ആപ്ലിക്കേഷൻ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർക്ക് ബെനിഫിഷ്യൽ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേ ബി ഫ്ലട്ടറിൻ്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞ് ഒരു കോഡ് എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാം, ആ ലെവലിൽ നിൽക്കുന്നവർ, എന്നാൽ ഭയങ്കര എക്സ്പീരിയൻസും ഇല്ല, ആ രീതിയിലുള്ള ആൾക്കാർക്കാണ്. അതാണ് ഫ്ലട്ടർ ഫോർ ന്യൂബ്സ് എന്ന ചാനലിൽ നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസ്. ഈ കാറ്റഗറിയിലുള്ള ആൾക്കാരെയായിരിക്കും ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലട്ടറിൻ്റെ ബേസിക്സ് ഒക്കെ പഠിക്കാൻ ഓൾറെഡി കുറേയധികം ചാനലുകൾ, ഇപ്പോൾ യൂട്യൂബിനകത്തായിക്കോട്ടെ, മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, കുറേ ചാനലുകളുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഫ്ലട്ടർ ബേസിക്സ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കുറേ ചാനലുകൾ വരുന്നുണ്ട്. ലൈക്ക് ഈ പ്രോട്ടോടൈപ്പ്, ഇവരുടെ എക്സലൻറ്റ് വീഡിയോസാണ്. ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്കെല്ലാം പഠിപ്പിച്ച് തരും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വീഡിയോസാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൻ്റെ സിൻടാക്സ് എന്താണ്, ആ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് എറർ വരും, മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. ഏത് ഡിഗ്രിക്കാർക്കും ഇനിയിപ്പോൾ ടൈം മാറുള്ളൂ. ഇപ്പോൾ ഡാർട്ട് ലാംഗ്വേജ് നമ്മൾ എന്ത് വെച്ചിട്ട് ചെയ്യും? ഇപ്പോൾ അതിന് ടൂൾസ്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബേസിക് ടു ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം, അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ചാനലുകൾ വഴി, വീഡിയോസ് വഴി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. മേ ബി ഒരു 10-20 വീക്ക് എടുത്ത് നിങ്ങൾ ബേസിക്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അത്രയും സ്കില്ല് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? അതായത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഒരാൾ ചെയ്യാൻ പറയുകയാണ്. അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ, ഒരു മിനിമം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ഐഡിയേഷൻ മുതൽ, അതായത് സ്ക്രീൻസ് ഡിസൈൻ ചെയ്യുന്ന ആ ഒരു സമയം മുതൽ പ്ലേ സ്റ്റോറിലേക്കോ ആപ്പ് സ്റ്റോറിലേക്കോ ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരെയും എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ ചാനലിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ്സ് എടുക്കും. മേ ബി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കമൻസിൽ ഷെയർ ചെയ്യാം നല്ല ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഭയങ്കര വലിയ ഭീകരമായിട്ടുള്ള ഐഡിയാസ് ഒന്നും ആയിരിക്കില്ല. സിമ്പിൾ ഇപ്പോൾ ഒരു ക്യൂസ് ആപ്ലിക്കേഷൻ പോലെയോ, അതല്ലെങ്കിൽ ഒരു സിമ്പിൾ വിഷ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ പോലത്തൊക്കെ ഒരു മേ ബി 3-4 സ്ക്രീൻസ് ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും, ചെറിയ ആപ്ലിക്കേഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഫ്രം ദ സ്ക്രാച്ച് അതിൻ്റെ ഒരു DB ഡിസൈൻ എങ്ങനെ വേണം, അതിനകത്ത് ഫീച്ചേഴ്സ്, റിക്വയർമെൻറ്റ്സ് ഒക്കെ എങ്ങനെ നമ്മൾ നോട്ട് ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബേസിക് ഐഡിയ ആയതിനു ശേഷം നമ്മൾ VS കോഡിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ ഫിഗ്മയിലേക്കൊക്കെ പോയിട്ട് ജസ്റ്റ് ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാക്കും. എന്താണ് നമുക്ക് സ്ക്രീൻസിൽ വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഡാറ്റ യൂസറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, എന്തായിരിക്കും ഔട്ട്പുട്ട്, ഇതെല്ലാം ഒരു ബേസിക് സ്ട്രക്ചർ ആക്കിയതിന് ശേഷം നമ്മൾ കോഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ കോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഏത് ആർക്കിടെക്ചർ പാറ്റേൺ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ റെഡി ആക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ
ഞാൻ ചെയ്തു പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻസിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ അത് ആ ഡൗട്ട്സ് അടക്കം ക്ലിയർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി അഗെയിൻ ഇതൊരു ബേസിക് സിൻടാക്സ് ലെവൽ ടീച്ചിങ് മെറ്റീരിയൽ ആയിരിക്കില്ല. ഞാൻ മെയിനായിട്ട് ആലോചിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ഒരു സ്വന്തം താല്പര്യത്തിൻ്റെ പുറത്ത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ലൈവായിട്ട് ഇപ്പോൾ മേ ബി കുറച്ച് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്ലട്ടർ പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൂടാ എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ വീഡിയോസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ പോകെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം മോസ്റ്റ് പ്രോബബ്ലി ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസും ഇതുപോലെ ലൈവ് കോഡിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കോഡ് എഴുതി ഇഷ്ടംപോലെ ഇഷ്യൂസ് വരും. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാം 100% ആക്യുറേറ്റ് ആവില്ലല്ലോ. അപ്പോൾ എങ്ങനെ ഇഷ്യൂസ്, അതായത് എന്തൊക്കെ ടൈപ്പ് ഇഷ്യൂസാണ് വരാൻ ചാൻസ് ഉള്ളത്, ആ ഇഷ്യൂസ് വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഒരു റിയൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തന്നെ പഠിക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ചാനൽസിൽ വരാൻ പോകുന്ന വീഡിയോസിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഞാൻ ഒന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് തുടക്കം തന്നെ ഇത് പറയാനുള്ള റീസൺ, എല്ലാവരുടെയും സമയം ഭയങ്കര വാല്യുബിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കാണുമ്പോൾ ഇനി കൂടുതൽ നിലക്ക് പ്രതീക്ഷിച്ച് ഫോളോ ചെയ്തിട്ടൊന്നും കിട്ടാതെ വന്ന് നിരാശപ്പെടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആദ്യമേ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് പോകെ കോഡിങ്ങിലേക്ക് കടക്കാം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു 5-6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആക്കി ചെയ്യാനായിരുന്നു ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേസിക് ആർക്കിടെക്ചർ പാറ്റേൺ ഒക്കെ വെച്ച് എങ്ങനെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതായിരിക്കും. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ കൺസെപ്റ്റ് നമുക്കുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ടൊരു ബേസിക്കായിട്ടൊരു ഒരു പ്രൊജക്ട് സ്ട്രക്ചർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ടപ്പ് കിറ്റ് ഉണ്ട്. അതായത് ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിൽ ഞാൻ കോഡെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ആ റെപ്പോസിറ്ററിനെ പറ്റിയും അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോഡിങ്ങിലേക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നതെന്നും ആ കോഡിങ് പാറ്റേണൊക്കെ എന്താണെന്നും കുറച്ചും കൂടി ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു ആപ്ലിക്കേഷനായിട്ട് തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കൂടാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ.